ഐതിഹ്യപ്പെരുമയിൽ പഴയന്നൂർ ഭഗവതി ക്ഷേത്രം. പുതുതലമുറയിലെ പലർക്കും പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെയും വിശ്വാസത്തെയും പൂർണ്ണമായും അറിഞ്ഞെന്നു വരികയില്ല. കൊച്ചി രാജവംശത്തിന്റെ പരദേവതയും ഉപാസനാമൂർത്തിയുമാണ് പഴയന്നൂർ ഭഗവതി എന്നാണ് വിശ്വാസം. പ്രധാന പ്രതിഷ്ഠകൾ വിഷ്ണുവും ഭഗവതിയുമാണ്. ഭഗവതി അന്നപൂർണേശ്വരി ഭാവത്തിലാണ് ഇവിടെ കുടികൊള്ളുന്നത്. അതിനാൽ തന്നെ അന്നദാനത്തിന് ഇവിടെ പ്രാധാന്യമുണ്ട്. ഐതിഹ്യപ്രകാരം പാർവതീദേവിയുടെ ഒരു വകഭേദമാണ് അന്നപൂർണേശ്വരി. പൂവൻ കോഴിയാണ് ഇവിടുത്തെ വഴിപാട്. വഴിപാട് കോഴികൾ അമ്പലത്തിലും പരിസരത്തും വളരുന്നു. ക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രങ്ങളായി ഒരു ശിവക്ഷേത്രവും ഒരു വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രവുമുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. ആദ്യം ഇവിടെ വിഷ്ണു ക്ഷേത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പള്ളിപ്പുറം ക്ഷേത്രം എന്നായിരുന്നു പേര്. തന്മൂലം പള്ളിപ്പുറത്തപ്പൻ എന്നാണ് ഭഗവാൻ ഇന്നും അറിയപ്പെടുന്നത്. പെരുമ്പടപ്പ് സ്വരൂപത്തിലെ ഒരു രാജാവ് കാശിയിലെ പുരാണപുരിയിൽ നിന്നും ഭഗവതിയെ ഭജിച്ച് ആദ്യം വിഷ്ണു ക്ഷേത്രത്തിനടുത്തുള്ള അരയാൽ തറയിലും പിന്നീട് ക്ഷേത്രത്തിന്റെ തിടപ്പള്ളിയിലും കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. ഈ ഉപദേവതയ്ക്കാണ് പിന്നീട് വിഷ്ണുവിനൊപ്പം പ്രാധാന്യം ലഭിച്ചത്. ഭഗവതിക്ക് പ്രാധാന്യം ലഭിച്ചപ്പോൾ സ്ഥലനാമവും പുരാണപുരി എന്നായി. ഇത് മലയാളീകരിച്ചാണ് പഴയന്നൂരായത്. ഭഗവതി ആദ്യമായി രാജാവിനോടൊപ്പം വന്നത് ഒരു പൂവൻ കോഴിയുടെ രൂപത്തിലായിരുന്നുവെന്നാണ് വിശ്വാസം. തന്മൂലമാണ് ക്ഷേത്രത്തിൽ പൂവൻ കോഴി വളർത്തൽ പ്രധാന വഴിപാടായി മാറിയത്. പിൽക്കാലത്ത് കൊച്ചി രാജകുടുംബത്തിന്റെ പ്രധാന പരദേവതകളിലൊരാളായി മാറിയ പഴയന്നൂരമ്മയ്ക്ക് കൊച്ചിക്കടുത്ത് മട്ടാഞ്ചേരിയിലും ക്ഷേത്രം വന്നു. ഇത് കൊച്ചി പഴയന്നൂർ ഭഗവതി ക്ഷേത്രം എന്നറിയപ്പെടുന്നു. കൊച്ചി രാജകുടുംബത്തിന്റെ ആസ്ഥാനങ്ങളിലൊന്നായിരുന്ന മട്ടാഞ്ചേരി കൊട്ടാരത്തിനകത്താണ് ഈ ക്ഷേത്രം. പഴയന്നൂരിലേതുപോലെ ഇവിടെയും സമീപം ശിവക്ഷേത്രവും വിഷ്ണു ക്ഷേത്രവുമുണ്ട്. നിത്യേന 5 പൂജകളും 3 ശീവേലികളുമുള്ള മഹാക്ഷേത്രമാണ് പഴയന്നൂർ ഭഗവതി ക്ഷേത്രം. പുലർച്ചെ 5 മണിക്ക് നട തുറക്കുന്നു. ആദ്യം നിർമ്മാല്യ ദർശനമാണ്. അതിനുശേഷം അഭിഷേകവും മലരു നിവേദ്യവും നടത്തുന്നു. തുടർന്ന് 5:30 ഉഷപൂജയും സൂര്യോദയ സമയത്ത് എതിരേറ്റ പൂജയും ഗണപതി ഹോമവും നടത്തുന്നു. രാവിലെ 7 മണിക്ക് ഉഷശീവേലിയാണ്. 8 മണിക്ക് പന്തീരടി പൂജയും തുടർന്ന് 10 മണിയോടെ ഉച്ചപൂജയും 10:30 ഉച്ചശീവേലിയും നടത്തി 11 മണിക്ക് നട അടയ്ക്കുന്നു. വൈകിട്ട് 5 മണിക്ക് വീണ്ടും നട തുറക്കുന്നു. സന്ധ്യയ്ക്ക് സൂര്യാസ്തമയമനുസരിച്ച് ദീപാരാധന നടത്തുന്നു. 7 മണിക്ക് അത്താഴപൂജയും 7:30 അത്താഴ ശീവേലിയും കഴിഞ്ഞ് രാത്രി 8 മണിക്ക് വീണ്ടും നടയടയ്ക്കുന്നു. മീനമാസത്തിൽ തിരുവോണമാറാട്ടായി 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ക്ഷേത്രത്തിലുള്ളത്. തിരുവോണം നക്ഷത്രത്തിലെ ആറാട്ട് ക്ഷേത്രത്തിലെ വൈഷ്ണവ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. ഉത്സവത്തിന് തൊട്ടു മുൻപ് ശുദ്ധിക്രിയകളും മറ്റും നടത്തുന്നു. 6-ാം വിളക്ക് ദിനത്തിലെ ഉത്സവ ബലിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ദേവീദേവന്മാരെ ക്ഷേത്ര മതിൽക്കെട്ടിന് വെളിയിലേക്ക് കൊണ്ടുവരുന്ന പള്ളിവേട്ട ആറാട്ടിന് തലേന്ന് രാത്രിയാണ് നടക്കുക.